ബാർബഡോസ് എന്ന് പറഞ്ഞ രാജ്യത്തിനെ പറ്റിയിട്ടും അവരുടെ കൾച്ചറിനെ പറ്റിയിട്ടും അവിടുത്തെ റം ഉണ്ടാക്കുന്ന കഥേനെയൊക്കെ പറ്റിയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇന്നത്തെ വീഡിയോയിൽ അവരുടെ ക്യാപിറ്റൽ സിറ്റി, ടൗണ്, അവിടുത്തെ ചെറിയൊരു വൈൽഡ് ലൈഫ് പ്ലേസ്, പിന്നെ സെയിന്റ് നിക്കോളാസ് അബേ എന്ന് പറഞ്ഞിട്ട് ഒരു ഹെറിറ്റേജ് ടൂർ ഉണ്ട്, ഒരു ട്രെയിൻ ടൂർ. അവിടുത്തെ ഒരു പഴയ ബ്രിട്ടീഷുകാരുടെ പ്ലാന്റേഷനും ഇപ്പോഴത്തെ ഒരു റം ഡിസ്റ്റിലറി ഒക്കെയാണ്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചു പോണത്. പിന്നെ ഈ വീഡിയോയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ നേച്ചർ, അവിടുത്തെ ശബ്ദങ്ങൾ, വണ്ടി പോണത്, ട്രെയിൻ പോണത്, കാറ്റ്, കിളി, ഇതിനെയൊക്കെ ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ സംസാരിക്കാതെയാണ് കേട്ടോ വീഡിയോ എടുത്തിട്ടുള്ളത്. ഒന്ന്, എനിക്കിങ്ങനെ വീഡിയോ എടുത്തിട്ട് വലിയ പരിചയമില്ല. രണ്ട്, ആ രാജ്യത്തിന് നിങ്ങൾക്ക് അതുപോലെ തന്നെ അല്ലേ അവരുടെ ആംബിയൻസ് ഒക്കെ കിട്ടുമ്പോഴാണ് ആ രാജ്യം എങ്ങനെയാണെന്ന് കറക്റ്റ് മനസ്സിലാവുള്ളൂ. അപ്പോൾ ആ ഒരു സ്റ്റൈലിലാണ് ഞാൻ വീഡിയോ എടുത്ത് പോയിട്ടുള്ളത്. എത്ര പേർക്ക് അങ്ങനത്തെ ഒരു സ്റ്റൈൽ ഇഷ്ടമാവുമെന്ന് അറിയില്ല, പക്ഷെ അങ്ങനെ ചെയ്യാനുള്ളൊരു ആഗ്രഹം കാരനാണ്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ആ ഒരു ഭാഗം വരുന്ന സമയത്ത് ഞാൻ അടിയിലൊക്കെ എഴുതി കാണിക്കും. അത് കാണുമ്പോൾ കുറച്ച് ബോറടിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. എന്തിരുന്നാലും എൻജോയ് ബാർബഡോസ്. റെഡി ഭൂപ്പാ. നമ്മൾ സ്റ്റേ ചെയ്യണ സ്ഥലമാണ് കേട്ടോ ഇത്. നല്ല രസമുണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു ഉങ്ങ് നിൽപ്പുണ്ട്. നാട്ടിൽ ഞങ്ങൾ നീന്താൻ പഠിച്ച ഒരു കുളത്തിൻ്റെ സൈഡിൽ ഒരു ഉങ്ങ് നിന്നിരുന്നു. ആ ഉങ്ങാണ് ഇതുപോലെ ഭംഗിയിൽ നിൽക്കുന്നത് കണ്ടിട്ടുള്ളത്. നിങ്ങളുടെ അവിടെ ഉങ്ങിനെ എന്താ പറയാന്നറിയില്ലേ? വാഗ എന്നൊക്കെ പറയും അല്ലേ? ഉണ്ണിവാഗയോ കുന്നിവാഗ എന്നൊക്കെ പറയില്ലേ? ആ ഉങ്ങാണ് ഈ നിൽക്കുന്നത്. നിറച്ച് പൂത്തിട്ടുണ്ട്. നല്ല രസമുള്ള ഉങ്ങ് കേട്ടോ. ഇത്ര പച്ച കളറിൽ നിൽക്കണ ഉങ്ങ് നാട്ടിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. നല്ല വലിയ വണ്ടുണ്ട് കേട്ടോ. ഞാൻ ഇന്ത്യയിൽ നിന്ന് പോകുന്ന പിന്നെ ഇതുവരെ വണ്ടിനെ കണ്ടിട്ടില്ല. ഇവിടെ നല്ല വലിയ വണ്ടുണ്ട്. കുറേ നേരമായി ഞാൻ ഇതിൻ്റെ വീഡിയോയിൽ എടുക്കാൻ കിടന്ന് പാടുപെടുന്നു. ഈ ബമ്പിൾ ബിയാന്ന് ഞാൻ മോളിൽ നിന്ന് നോക്കിയപ്പോൾ വിചാരിച്ച് പിടി തരുന്നില്ല അവന്മാർ. കണ്ടാ എന്ത് വലുത് നോക്കിയേ. നിറച്ച് തേനീച്ചുണ്ട്. ഇവിടുത്തെ തേനീച്ചയ്ക്ക് സമയമൊന്നുമില്ല. ഉച്ചയ്ക്കും ഒക്കെ തേൻ നോക്കിയിട്ടുണ്ട്. നമ്മുടെ അവിടെയും കുളത്തിൽ ഇതുപോലെ തന്നെ ആട്ടോ ഉങ്ങ് നിന്നിരുന്നേ. ഈ ഉങ്ങ് കണ്ടാ ഇവിടെ നിന്ന് ഇങ്ങനെ പന്തലിച്ച് അപ്പുറത്തേക്കല്ല, എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ കയറിയിട്ടാണ് കുളത്തിലേക്ക് ചാടിയിരുന്നത്. നമ്മുടെ ജമ്പിങ് പ്രാക്ടീസ് നടത്തിയായിരുന്നു ഉങ്ങ. ഞാനും എൻ്റെ കഥയിലെ അനിയൻ ചക്കനെ ഓർക്കണില്ലേ, അവനും കൂടിയിട്ട്. പുള്ളിക്ക് നല്ല ധൈര്യമായിരുന്നു. പുള്ളി ഈ ഉങ്ങിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ ചാടും. ഇക്ക് ചാടാൻ പേടിയായിട്ട് ഈ ഉങ്ങിൻ്റെ ഇങ്ങനെ ഞണ്ടി കിടക്കണ ഭാഗമല്ലേ അവിടെ നിന്ന് ഊർന്ന് ഇറങ്ങുക ചെയ്യുക. ഉങ്ങിന് ഭയങ്കര വലിയ കഥയുണ്ട് കേട്ടോ നമ്മളായിട്ട്. ഇതുപോലത്തെ ഉങ്ങ് കഥയുള്ള ആൾക്കാർ നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ കാണും കേട്ടോ. ഉങ്ങും കുളമായിട്ട് ഇല്ലേ. ഉങ്ങ് എന്ന് പറഞ്ഞിട്ടൊരു കവിത എഴുതായിരുന്നു അല്ലേ. ഉങ്ങിൻ്റെ പിന്നിലൊരു പന നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലെ ആനയ്ക്ക് കൊടുക്കണ പട്ടയുള്ള പനയില്ലേ, പനങ്കുരുവൊക്കെ ഉണ്ട്. ഇത് തിന്നിട്ട് വേണം കുറച്ച് തൂറാം. പനങ്കുരു തൂറിനെ കുറുക്കനെ കുറിച്ച് കേട്ടിട്ടില്ലേ നിങ്ങൾ? കരീബിയൻ ഐലൻഡ്സിലുള്ള ആൾക്കാരെ ഡ്രെഡ് ലോക്ക് പോലെ ഇല്ലേ ഈ സാധനം. എൻ്റെ മുട്ട തലയുടെ മുകളിൽ പറഞ്ഞത് ഇത് പിടിച്ച് പിടിപ്പിക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടം ഡ്രെഡ് ലോക്ക്, ബാർലിയിലൊക്കെ പോലെയുള്ള സാധനം. ഇതൊക്കെ മുച്ചിങ്ങ. എത്ര കാലമായി ഒരു മുച്ചിങ്ങ കണ്ടിട്ടെന്നറിയോ? നിങ്ങളൊരു പാട്ട് കേട്ടിട്ടുണ്ട്, എൻ്റെ ഡി വിട് വിട് മച്ചിങ്ങ തരാം തരാം. കണ്ട ആ മച്ചിങ്ങയാണിത്. മച്ചിങ്ങയൊക്കെ കാണുമ്പോൾ എന്ത് സന്തോഷമാണ്. ഇവിടെ തെങ്ങൊക്കെ ഉണ്ട് കണ്ടാ, നല്ല സൂപ്പർ തെങ്ങ്. പക്ഷേ തേങ്ങയൊക്കെ ഭയങ്കര ചെറുതാട്ടാ ഈ തെങ്ങിൻ്റെ മുകളിലത്തെ. നിങ്ങൾക്ക് എന്ത് തെങ്ങ് കാട്ടി തരാനല്ലേ ഞാൻ. ഈ ഐസ് ഫ്രൂട്ട് പോലെ ഇരിക്കണ ചെടി നിങ്ങൾ കണ്ടിട്ടുണ്ടായില്ലേ നാട്ടിൽ? ഞങ്ങളിതിന് ഐസ് ഫ്രൂട്ട് എന്ന് പറയാം. ഇതൊക്കെ നാട്ടിലുണ്ട് കേട്ടോ. ഫുള്ള് നാട്ടിലെ ചെടികളിവിടെ. നാട്ടിൽ ക്രിക്കറ്റ് കളിക്കണ പറമ്പ് വരെയുണ്ട് ഇവിടെ. കണ്ടില്ലേ ഈ പറമ്പ് നോക്കി തെങ്ങിൻ്റെ അപ്പുറത്ത് നമ്മൾ ക്രിക്കറ്റ് കളിച്ചിട്ട് ഇവിടെ ബോൾ പോണ സ്ഥലം കണ്ടില്ലേ? അതേപോലെ തന്നെ കിടക്കണം മൊന്ത പിടിച്ചിട്ട്. ഇവിടെ ബോൾ പോയി കഴിഞ്ഞാൽ പാമ്പ് കൂടെ, പിന്നെ പാമ്പില്ല, നമ്മളടിച്ച് പാമ്പാവണം. നിറച്ച് മറ്റേ ബദാമൊക്കെ നിൽക്കുന്നുണ്ട് ഇവിടെ. ബദാം ഉണ്ട് അതിൻ്റെ മുകളിൽ നിറച്ച്. സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇവിടെ ഹമ്മിങ് ബേർഡ് ഉണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ലൈഫിൽ ഹമ്മിങ് ബേർഡിനെ കാണണത്. നല്ല ചെറുതാ. അതെ അവിടെ കിടന്ന് പറന്ന് നടക്കുന്നുണ്ട്. എനിക്കിതിനെ ക്യാമറയിൽ കിട്ടണോ? ഷിറ്റ് ഈസ് ഗോൺ. എനിക്ക് ആദ്യം എന്താന്ന് പോലും മനസ്സിലായില്ലേ. നല്ല രസമുണ്ട് ഇതിനെ കാണാൻ. ഇത് എത്രയോ ഒരു സെക്കൻഡിലൊക്കെ മറ്റേ വണ്ടിൻ്റെ പോലെ തന്നെ ഒരുപാട് സ്പീഡിൽ ചിറക് തിരിക്കണ സാധനമാണ്. ഒരു പ്രത്യേക ഒരു കായുണ്ട്. ആ കായയുടെ സൈഡിൽ വന്നിട്ട് ഇത് കുടിക്കണേ അതിൻ്റെ പൂവിൻ്റെ. വരുന്നു കട ക്യാമറയിൽ കണ്ടണോ? ഇത് നല്ല രസമുണ്ട് കാണാൻ. അയ്യോ അത് പോയി. നിന്നെ ഞാൻ വീഡിയോയിൽ എടുക്കോടാ. പുറത്തേക്ക് വാടാ. നിന്നെ കാണാണ്ട് എനിക്ക് കറുത്ത നടക്കാണ്ട്. നിങ്ങൾക്ക് എനിക്ക് പണ്ടാലും ഈ ക്യാമറയിൽ വെയിലടിക്കണ കാരണം കാണാനും പറ്റണില്ല. പുള്ളി കുറേശ്ശെ എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടാ. കിട്ടണോ? ആട്ടുംകാട്ടത്തിൻ്റെ വലുപ്പമുള്ളൂ. അത് കാരണം പണ്ടായിട്ട് തന്നെ വീഡിയോ എടുക്കാൻ എളുപ്പമല്ല. എവിടെ പോയി ഇവരുടെ അവിടുത്തെ വാഴ നോക്കിയേ. എന്ത് ചെറിയ വാഴ. നമ്മുടെ നാട്ടിൽ കുഴിനേന്ത്ര എന്ന് പറഞ്ഞിട്ടൊരു വാഴയുണ്ട്. അതിൻ്റെ പോലെ ഇരിക്കണം കേട്ടോ. തീരെ വലുപ്പമില്ല. ഒരു 4 അടി പൊക്കം, അതിൻ്റെ മുകളിൽ കൊല. നല്ല 2 മാവ് നിൽക്കുന്നുണ്ട് കേട്ടോ. കണ്ട ഇടത്തെ സൈഡിലും വലത്തെ സൈഡിലും ആ മൂലക്കിലും. പക്ഷെ കായില്ല. വരണ വഴിക്ക് ചില വീട്ടിൽ മാവിൻ്റെ മുകളിൽ കായ ഉണ്ടായിക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട്. മാവ് എന്ത് ഭംഗിയില്ല നിൽക്കണേന്ന് നോക്കി. ഒരു ഒറ്റ ഇലയ്ക്ക് പോലും ഒരു കേടുമില്ല.
അല്ലെങ്കിൽ മാവിൻ്റെ ഇലയ്ക്ക് കുറച്ച് കേടേ വരുള്ളൂ. നന്നായിട്ട് തഴഞ്ഞ് ഇവല്യൂഷൻ മൊത്തം യാത്ര ചെയ്തെത്തിയ മര. അല്ലട്ടാ, ഈ മാവിൻ്റെ മുകളിൽ മാങ്ങി ഉണ്ടായിട്ടുണ്ട്. 2-4 ഉണ്ട് ഇത് കേട്ടാ. ഇവിടെ 3 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. ഇതാണെന്നറിയില്ല, മാങ്ങ കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ്. ഇത് ഇവിടുത്തെ വൈൽഡ് ലൈഫ് റിസർവ് എന്ന് പറഞ്ഞാൽ ഇവിടെ അധികമൊന്നും ഇല്ല കേട്ടോ സംഭവങ്ങൾ. മെയിനായിട്ട് ഗ്രീൻ കുരങ്ങ്, ഗ്രീൻ മങ്കി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിലെ കരിങ്കുരങ്ങിൻ്റെ പോലെ ഇരിക്കണ പച്ചക്കുരങ്ങ് എന്ന് പറയണ മങ്കിയാണ് കേട്ടോ. അതിനെ കാണാൻ വേണ്ടി വന്ന ഭയങ്കര ശല്യമാണെന്ന് പറഞ്ഞത് റിജോൻ്റെ അടുത്ത്. കൃഷിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ സാധനങ്ങളും വന്ന് കടിച്ചു പറിക്കുന്നത്. നല്ല ശരിക്കും നമ്മുടെ ഒരു ആമസോൺ ഒരു ട്രോപ്പിക്കൽ ഫോറസ്റ്റ് പോലെ ഉണ്ട് അല്ലേ. നമ്മുടെ അവിടത്തേക്ക് ഒരു കാട് പോലെ തന്നെ ഉണ്ട് കേട്ടോ. മാമൻ്റെ മഞ്ഞ ടീഷർട്ട് എന്താണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ നല്ല ലുക്ക് ഉണ്ട് കേട്ടോ മാമ. ഇവിടെയുള്ളൊരു സ്പെഷ്യൽ ഒച്ചാട്ടാ. അതിൻ്റെ വലിപ്പം നോക്കിയേ. കറക്റ്റ് നമ്മൾ ഈ കാട്ടിലെത്തിയപ്പോൾ ആ ചെറിയ നനവിൽ നല്ല വൃത്തിക്ക് കാണാനുണ്ട് പുള്ളീനെ. കണ്ട നിങ്ങൾക്ക് ഇവിടെ ഒരു ശബ്ദം കേൾക്കണ്ടാവും. ഇതിന് വിസിലിംഗ് ഫ്രോഗ് എന്നാണ് പറയുക. ഇവിടെ ഒരു തവളയുണ്ട്, അതിൻ്റെ പേരാണ് വിസിലിംഗ് ഫ്രോഗ്. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്ന കേൾക്കാട്ടാ വിസിലടിക്കുന്ന ഫ്രോഗിൻ്റെ സൗണ്ട്. കണ്ട ഈ തവളനെ കാണാൻ പറ്റുമോ മാമ? ഒരു തവളനെ സ്പോട്ട് ചെയ്യാൻ പറ്റുമോ നോക്കിക്കേ. ഇത് കണ്ട, ഇത് വേറൊരു ഒച്ച, സ്ലഗ് എന്ന് പറയില്ലേ, തൊണ്ടില്ലാത്തവൻ. പക്ഷെ അവൻ്റെ ലുക്ക് നോക്കിയേ. മുകളിൽ speaking good. Oh, good. Thank you. No worries. എവിടെ വന്നാലും മഴയാണല്ലോ. നിക്കോളാസ് സഭ ചതിച്ചു, ഭയങ്കര മഴ. Those in the back will become the front, and those in the middle will always remain the middle. In order to achieve that, passengers, we generally look for a few volunteers, but because of the weather, we won't be asking you guys to come out of the way. So ladies and gentlemen, remember the balconies are open. Just not the person with small children. We ask you not to play with your arms on the balcony. Now, as we enter the train station, passengers, I ask you to take a quick look on the left-hand side, because we're about to pass two massive abundant trees that were planted in 1760. If you guys can see the balcony around the oldest one in the world, after this, and we want to keep your focus on the left. We'll be up here for 20. ഈ ട്രെയിൻ ഇവിടെ തിരിയണതാട്ടാ, കണ്ടോ? അടിയിൽ ആ കോൺക്രീറ്റ് മൊത്തം തിരിഞ്ഞിട്ട് ഈ ട്രെയിൻ തിരിഞ്ഞ് ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് വരികയും ചെയ്യട്ടാ. നല്ല പേര്, സ്നേഹർ. ഓ, കൈ കൊണ്ട് ഉന്തിത്തിരിക്കണം, കണ്ട? ചെറിയ പിള്ളേരൊക്കെ ഉന്തുണ്ട്. പിള്ളേരെ ഇടയിൽ വിടല്ലോ. ട്രെയിൻ തിരിഞ്ഞു വരുന്നുണ്ട്.
Well done, people. All flat. Remember, we leave at 5 minutes past 12, so please use your time wisely. Alright, a little hot now. A little hot. നമ്മൾ ആ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ട് ബാർബഡോസിൽ ഉയർന്ന സ്ഥലത്തേക്ക് എത്തി. ഇതാണ് ഏറ്റവും ഉയർന്ന സ്ഥലം ഇവിടുത്തെ. എന്നാൽ ആ സമയത്ത് ഇവിടെ കറക്റ്റ് മഞ്ഞ് പോകുന്നു കേട്ടോ. ഒരു സാധനം കാണാനില്ല. ഇതൊക്കെ ഇവിടെ വല്ലപ്പോഴേ മഴയും മഞ്ഞുള്ളൂന്ന് പറഞ്ഞ് അത് നമ്മൾ വന്നെന്ന് വരുന്നുണ്ടായി. ഇങ്ങനെയുണ്ട് ആരും മാമേൻ്റെ ഇടയിൽ വട്ടം കറങ്ങി നടക്കുന്നുണ്ട്. എന്നെ നോക്കി നടക്കുകയെന്ന് തോന്നുന്നു. ആ ആരും മാമ ഒരു ഊട്ടി ഫീൽ ആയിട്ടാ മാമ മൊത്തത്തില് അല്ലേ? The Scottish are the ones who named out there the Scotland district because it said it reminded them of home. The Great House tour next. You came on a great time of the year. There's always a good time, they say, to drink rum, okay? And don't worry, it's after 12, so somewhere in the world it's 12 o'clock here in Barbados too, so you can drink some rum. So just be mindful, passengers, that you don't need to put soon. You can take start to look on your left-hand side because we'll be passing the bridge. Some of you will not be going on the bridge today, unfortunately, because we are taking some of you over to the bridge next. The train will momentarily stop at point number 9. Okay, passengers, so the line has been switched. So if you can't back that up, we're going to go straight over that route. So that's how it was done back on the original railway as well, manually switching the points to guide the train and where we needed to go. So imagine if we didn't do that and we forgot, the train would go back to Cherry Tree Hill. We would have to decouple, recouple, come all the way back down. So leaving off the bridge around behind. On behalf of the crew on board chapter number 5, and thank you so much for joining us here. All right, Bill? ഇവിടെയാണ് നിക്കോളാസ് സഭ റം ഉണ്ടാക്കുന്ന സ്ഥലം. നമ്മൾ അവിടേക്ക് പോവാണ്. മുന്നൂറ് വർഷങ്ങൾക്ക് മുന്നേ തുടങ്ങിയിട്ടുള്ള ഡിസ്റ്റിലറിയാണ് കേട്ടോ നിക്കോളാസ് അബേ. സെയിൻറ്റ് നിക്കോളാസ് അബേ ഒരു ഹെറിറ്റേജ് ട്രെയിൻ സ്റ്റോറാണ്. ഈ അബേ എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചത് ആ സ്ഥാപനത്തിൻ്റെ പേരായിരിക്കുന്നതാണ്. ഈ അബേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഈ കന്യാസ്ത്രീമാരും മോങ്സൊക്കെ വന്നിട്ട് നമ്മുടെ ഈ കോൺവെൻറ്റ് എന്ന് പറയില്ലേ, അങ്ങനത്തെ കോൺവെൻറ്റിനെ പറയുന്ന പേരാണ് കേട്ടോ അബേ എന്നുള്ളത്. ഇതൊരു പണ്ട് നമ്മുടെ ഈ യൂറോപ്യൻസ് വന്ന് 1650 സെറ്റിൽ ആവുന്ന സമയത്ത് ഈ കംപ്ലീറ്റ് ബാർബഡോസിൽ ഇങ്ങനെ ഒരു കൾച്ചറാണ് നമുക്ക് കാണാൻ പറ്റുക. ഷുഗർ പ്ലാന്റേഷനും കാര്യങ്ങളൊക്കെയാണ് ചുറ്റും ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് 1900 വർഷങ്ങളിൽ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ പഞ്ചസാരയുടെ വില കുറയുന്നതിനനുസരിച്ചിട്ട് പ്ലാന്റേഷനൊക്കെ എടുത്തു പോകണു. കംപ്ലീറ്റ് രാജ്യം സിവിലൈസ്ഡ് ആകുന്നു. അതിനുശേഷം അവിടെ റമ്മ് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഒരുപാട് ഓണേഴ്സ് മാറി മാറി വരുന്നു. ഇത്രയും ഹിസ്റ്ററി ഉള്ളൊരു സ്ഥലമായ കാരണം ഇത് അടച്ചു പൂട്ടണ്ട എന്ന് വിചാരിച്ചിട്ട് പല ആളുകളും കൈമാറി വരികയാണ് ഉണ്ടായത്. അങ്ങനെ 2006 ഇതിൽ ലാസ്റ്റ് ഓണർഷിപ്പ് വരുന്നത് ലാരി വോറൻ അതുപോലെ തന്നെ അന്ന എന്ന് പറഞ്ഞിട്ടുള്ള 2 ആൾക്കാരാണ് ഈ പ്രോപ്പർട്ടി ഇപ്പോൾ ഹോൾഡ് ചെയ്യണത്. ഈ ഹൗസിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയം മുതൽ പിന്നെ നമുക്ക് വീഡിയോ ക്യാമറ ഓണാക്കാനുള്ള അവസരമില്ല. അപ്പോൾ അവരുടെ ഡിസ്റ്റിലറിയും കാര്യങ്ങളും ഹൗസും ഇതെല്ലാം തന്നെ ഫോട്ടോസ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ എന്ന് അവർ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ആക്ച്വലി ഫോട്ടോസ് മാത്രം എടുത്ത് കണ്ടിന്യൂ ചെയ്ത് വന്നത്. ഇവിടെ വലിയ കാര്യമായിട്ടുള്ള അല്ലെങ്കിൽ ബൾക്ക് റം പ്രൊഡക്ഷൻ ഒന്നുമില്ല. അവരുടെ പ്രൈവറ്റ് റംസ് ആണ്. എല്ലാം തന്നെ കുറച്ച് കോസ്റ്റ്ലി ആണ്. ബിക്കോസ് സ്പോട്ട് ഡിസ്റ്റിലിംഗ് ആണ്. അതായത് നമ്മുടെ പഴയ കലം വാറ്റൽ പരിപാടി
മറ്റേ കോളൻ ഡിസ്റ്റിലിംഗ് ആണെച്ചെങ്കിൽ ഒരുപാട് ആൽക്കഹോൾ ഉണ്ടാക്കി തള്ളായിരുന്നു. അപ്പോൾ അവിടെ വരുന്നവർക്ക് മാത്രം, അതുപോലെ തന്നെ ബാർബഡോസിൽ മാത്രമാണ് ഇവരെ റം അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല കോസ്റ്റ്ലിയും കൂടിയാണ്, പക്ഷെ കുറച്ച് ഫ്ലേവർഫുൾ ആയിട്ടുള്ള റമ്മാണ് കേട്ടോ. അപ്പോൾ അതാണ് നിക്കോള സബേ. ഇതേ നമ്മൾ പോലീസിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. കണ്ട ഇതിൻ്റെ ബാക്കിൽ കാണുന്ന ഇതാണ് ബാർബഡോസ് ടൗൺ സെൻറ്റർ. ബാർബഡോസ് സെൻറ്ററാണിത്. നല്ല രസം കേട്ടോ. ഇതും നല്ല ക്ലീൻ ആയിട്ടുള്ള ഏരിയ ആണ്. ഇവിടെ നിന്ന് ഇവരുടെ ഒരു മാർക്കറ്റ് ഉണ്ട്, സ്വാൻ സ്ട്രീറ്റ് മാർക്കറ്റാണ് ഈ ബാക്കിലേക്ക് കാണുന്നത്. നമ്മൾ ഗോവയിൽ ഒരു സ്ഥലം കാണിച്ചിട്ടില്ലേ, അതുപോലത്തെ ഒരു സ്ഥലമാണ് കേട്ടോ. അടിപൊളിയാണ്. നോക്കിയാൽ നല്ല ബിൽഡിങ്ങുകളാട്ടാ, ഇടുക്കം ബിൽഡിങ്ങുകളാണ്. കണ്ട നല്ല കളർ, ഒരെണ്ണം ഡാർക്ക് ബ്ലൂ, ഒരെണ്ണം ലൈറ്റ് ബ്ലൂ. ഇവിടുത്തെ ബീച്ചിൻ്റെ അതേ കളറാണ്. ഓ, അതിൻ്റെ ഇടയിൽ പർപ്പിൾ കളർ കാറ്. ഇവിടെ നിന്ന് അങ്ങോട്ട് സ്ട്രീറ്റ് എങ്ങനെയുണ്ട്, എന്താ കളേഴ്സ്, അടിപൊളി കേട്ടോ. ഉച്ചയ്ക്ക് നല്ല സുഖമായിട്ട് നടന്ന് ഫുള്ള് ലൈറ്റ്സ് എടുക്കാം. നല്ല ലൈറ്റിങ്, ബ്യൂട്ടിഫുൾ, നല്ല രസമുണ്ട് ഈ ഫ്രെയിമിൽ ഇങ്ങനെ കാണാനായിട്ട്. ഇവിടുത്തെ പോപ്പുലർ ബിയറാണ് കേട്ടോ, ബാങ്ക്സ്. നമ്മൾ ബാങ്ക്സ് അടിച്ചുകൊണ്ടിരിക്കുക. തൊട്ട് ഫ്രണ്ടിൽ ഒരു ബാറുണ്ട്, ഹണ്ടേഴ്സ് ബാർ എന്ന പേര്. നമ്മുടെ നാട്ടിൽ അതേ സെറ്റപ്പ്. ഇവിടുത്തെ ഒരു ലോക്കൽ ബാറാന്ന് പറഞ്ഞോ. അവിടെ മുറ്റത്തും പറമ്പിലൊക്കെ ഇരുന്നിട്ട് അടിക്കുന്നുണ്ട്. അടിച്ചവന്മാർ കിറുങ്ങാലിച്ചിട്ട് ഇറങ്ങി പോകണമുണ്ട്. ബാർബഡോസ് പാർലമെൻറ്റാണ് കേട്ടോ ഈ കാണുന്നത്. സെൻറ്ററിൽ പള്ളി പോലെ കണ്ട നല്ല രസമില്ലേ, പഴയ ബ്രിട്ടീഷുകാർ കൊണ്ടിട്ടുള്ള ബിൽഡിങ്ങാണ്. ക്ലോക്കൊക്കെ ഉണ്ട് അതിൻ്റെ മുകളിൽ. നല്ലൊരു ഫ്ലാഗ്, നല്ല നിറമുള്ള ഫ്ലാഗ് വർക്കുണ്ട്. ഇത് ഇവിടുത്തെ മ്യൂസിയമാണ് കേട്ടോ. ഇതാണ് പാർലമെൻറ്റ്. നല്ല കളറ്. ഇവിടുത്തെ മണ്ണ് മറ്റേ ചുണ്ണാമ്പ് മണ്ണായ കാരണം എല്ലാ ബിൽഡിങ്ങിനും ആ നിറം കൊണ്ട് ഉണ്ടാക്കിയിട്ടില്ല. ഇവിടുത്തെ കടലിൻ്റെ മണൽ വരെ ആ നിറമാണ്. പാർലമെന്റിന്റെ നേരെ ഫ്രണ്ടിൽ തന്നെ ഒരു കള്ളുകടയാ, തട്ടുകട പോലെ ഇരിക്കുന്ന ഈ സ്ഥലത്ത് കള്ളാണ് വിൽക്കുന്നത്, അറിയോ? ഇവിടെ സാധാരണ ഇവിടെ തൊട്ട് ബാക്കിൽ പച്ചക്കറി കടയൊക്കെ ഉണ്ട്, അതിൻ്റെ അകത്ത് വരെ കള്ളു വെക്കുന്നുണ്ട്. വെറുതെ ഇവിടെ റോട്ടിൽ നിൽക്കുന്ന ആൾക്കാർ വരെ കള്ളു വെക്കുന്നുണ്ട്. ഇവിടുത്തെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ കടയാണ് കേട്ടോ. ചെറിയൊരു കട, പാർലമെന്റിന്റെ തൊട്ട് ഫ്രണ്ടിലാണ് ഈ കട. കണ്ട ഇതൊക്കെ ഇവിടുത്തെ നല്ല എരിവുള്ള മുളകാട്ടാ, സൂപ്പർ മുളക്. നമ്മുടെ പയറില്ലേ, പച്ചപ്പയറാണിത്, പക്ഷെ നല്ല മെലിഞ്ഞിട്ടാണ് കേട്ടോ അതിരിക്കണേ. പിന്നെ ബെൽ പെപ്പർ, ഇതൊക്കെ സാധാ നമ്മുടെ അവിടേക്കുള്ള സാധനം തന്നെ. കായ്പക്കായ നോക്കിയേ, ചെറിയ കായ്പക്കായ കണ്ട. മാംഗോ നല്ല അടിപൊളി മാംഗോയാ കണ്ട, നന്നായിട്ട് പഴുതരണ്ടേ. ഇതേ അവരുടെ ചില്ലി സോസൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് കണ്ട. ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇതേ ഐ ജസ്റ്റ് മെറ്റ്. വാട്ട്സ് യുവർ നെയിം? I forgot your name. Marilyn Monroe. Aye? Marilyn like Monroe, yes. Monroe, eh? Yeah. How are you doing? I'm great. Very good? Yes. So you work for the port?
I work not for the port, but for a shop inside of the port. Oh, in a shop. Yes. Oh, what sort of a shop is that? It's called Ganzi, like this. Oh, We yeah. sell like clothing, souvenir, everything that's made in Barbados and everything that's from outside of Barbados, and we branded it as our own. Oh, yeah. So you from Barbados? No, I'm from Cuba. You I was from- born in Cuba and I moved here when I was 7. When you were 7 years old. Yes. So you're living in Barbados for how long? 24 years. 24 years. With your family here? My mom and my sister, yes. Ah, yeah. So you just finished your shift. Yes. Cuba, you know what reminds me about Cuba? What? What's this guy's name? Che Guevara. What? Che Guevara. Che Guevara? Yes. How do you say that? Che Guevara. Che Guevara. You know, we got plenty fans in India. Really? In my place, yeah, if you look into, because of the communism, Really? yeah, we got plenty Che Guevara fans in India. Especially in my place, yeah. One more thing. One of my favorite drink, Havana Club. That's Best the Cuban rum. The best rum. You like rum, that one? Of course, Yeah, I I have just, to. eh? I have to. It's mine. Yeah, your own stuff. But you don't like Barbados rums. Strong. Thank you very much. You're welcome. You have a good day. You too. Nice seeing you. Hope to see you again. Yeah, and check out my channel. Maybe you see you in my video. I will. Okay. You have a good day. You too. Okay. Bye. Bye. Take care. നല്ല കിടിലും പോർട്ടാണ് കേട്ടാ. ബാക്കിൽ നിറച്ച് തെങ്ങൊക്കെ നിൽക്കുന്നുണ്ട്. ഞാൻ പണ്ട് കപ്പലിൽ പണിയെടുത്ത സമയമൊക്കെ ഓർമ്മ വരണേ. ഇവിടുന്ന് ആൾക്കാർ ബസ്സിൽ അങ്ങോട്ട് പോണതും വരണതെല്ലാം കൂടി കാണുമ്പോൾ അടിപൊളി. പക്ഷെ അന്നത്ര ശാന്തത ഉണ്ടായിരുന്നില്ല നമ്മൾ മറ്റേ പണിയെടുക്കുന്ന സമയത്ത്. ഇവിടെ നല്ല ശാന്തതയാണ്, നല്ല രസം. ഈസ്റ്റർ ആയ കാരണം അവധിയും കൂടിയാണ്. പോർട്ട് അപ്പുറത്താണ് എയർപോർട്ട്, എല്ലാം ഒരു സ്ഥലത്ത് നിന്ന് കാണാട്ടാ. ചെറിയ സ്ഥലമാണ്. മാമൻ എന്തോ വിഷമിച്ചിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. മാമന് മാമീനെ കാണാൻ പറ്റാത്തതിൻ്റെ വിഷമമെന്നാണ് തോന്നണേ. എന്താ മാമ ആകെ വിഷമിച്ചിട്ടിരിക്കണേ? മാമന് മറ്റേ മീ ടൈം തന്ന് ഇരുത്തിയിരിക്കുക. മാമ ഇനി ഇണങ്ങി കഴിഞ്ഞ് ഞാൻ അടിക്കുന്നു പറഞ്ഞു വെച്ചാൽ ഇതാണ് ഇന്നത്തെ ശിക്ഷ. മാമനെ ഇവിടെ പിടിച്ചിരുത്തി ഇല്ലേ മാമ? ഒന്ന് റിലാക്സേഷൻ. ഒരു ബീർ അങ്ങനെ എടുത്ത് അടിക്കേ. നല്ല വൈബ് സ്ഥലത്ത് ഇത്ര നല്ല ശാന്തമായ കാറ്റൊക്കെ കൊണ്ടിട്ട്. ഇവിടുത്തെ KFC നിൽക്കുന്നത് തന്നെ ബീച്ചിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ. ഇവിടെ അധികം മാക്ഡൊണാൾഡ്സ് ഇല്ല, കൂടുതലും KFCയാണ്. പിന്നെ ഷെഫറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവരൊരു കടയുണ്ട്. ഇതാണ് KFCയുടെ ബാക്ക് വശം കേട്ടോ. എന്ത് തിരക്കാന്ന് നോക്കിയാൽ ഡ്രൈവ് ത്രൂ ആണ് ഈ കാണണേ. കണ്ട റൈറ്റിൽ നിന്ന് കാറ് വന്നിട്ട് ഇത് തന്നെ ഇറങ്ങിപ്പോവും. ഇവിടുന്ന് ആൾക്കാർ ഭക്ഷണം മേടിച്ചിട്ട് കറക്റ്റ് ഈ ബീച്ചിൻ്റെ ചുറ്റിലിരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് കേട്ടോ. നല്ല ആംബിയൻസ് ആണ്. കറക്റ്റ് അവിടെ കൊണ്ടുപോയിട്ട് തന്നെ KFC ഒരു പ്ലേസ് ചെയ്തിട്ടുണ്ട്. വെരി ട്രിക്കി ഫോളോസേ. സൺസെറ്റ് നോക്കിയിട്ട് 2 ദിവസമായി ഈ വഴിക്ക് വരുന്നു. ഒരു രക്ഷയില്ല. ഇവിടുന്ന് അങ്ങോട്ടുള്ള വ്യൂ നോക്കിയാൽ KFCയുടെ തൊട്ട് ഫ്രണ്ടിലുള്ള വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത്. സൺസെറ്റിന് എല്ലാ ദിവസവും ഇവിടെ ക്ലൗഡാണ്. നല്ല സൂപ്പർ ക്ലീൻ ബീച്ചാണ്.
അപ്പോൾ ഈ കടലിൻ്റെ ശബ്ദവും മാർക്കറ്റിലെ ശബ്ദവും ട്രെയിൻ പോണ ശബ്ദവും ഇതൊക്കെ നിങ്ങൾക്ക് ആ ശബ്ദം അതുപോലെ തന്നെ എൻജോയ് ചെയ്യാൻ പറ്റിയെന്ന് കരുതുന്നു. എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല കേട്ടാ. അടുത്ത വീഡിയോയിൽ നമുക്ക് ഇവിടുത്തെ ഡിസ്റ്റിലറികൾ അതുപോലെ തന്നെ നൈറ്റ് ലൈഫ് അങ്ങനെ മറ്റുള്ള ബീച്ച് കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇതുപോലത്തെ സൂപ്പർ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത തവണ കാണാൻ പറ്റുമായിരിക്കും. ബൈ ഫോർ നോ, ബൈ ബൈ.